ഇയ്യോബ് 35-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എലീഹു പിന്നെയും പറഞ്ഞതെന്നാൽ, എന്റെ നീതി ദൈവത്തിന്റേതിലും കവിയും എന്ന് നീ പറയുന്നു. ഇത് ന്യായം എന്ന് നീ നിരൂപിക്കുന്നുവോ? അതിനാൽ നിനക്ക് എന്തു പ്രയോജനമെന്നും ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് എനിക്കെന്തുപകാരമെന്നും നീ ചോദിക്കുന്നുവല്ലോ. നിന്നോടും നിന്നോടുകൂടെയുള്ള സ്നേഹിതന്മാരോടും ഞാൻ പ്രത്യുത്തരം പറയാം. നീ ആകാശത്തേക്ക് നോക്കി കാണുക, നിനക്ക് മീതെയുള്ള മേഘങ്ങളെ ദർശിക്ക. നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്തു പ്രവർത്തിക്കുന്നു? നിന്റെ ലംഘനം പെരുകുന്നതിനാൽ നീ അവനോട് എന്തു ചെയ്യുന്നു? നീ നീതിമാനായിരിക്കുന്നതിനാൽ അവൻ എന്തു കൊടുക്കുന്നു? അല്ലെങ്കിൽ അവൻ നിന്റെ കൈയിൽ നിന്ന് എന്തു പ്രാപിക്കുന്നു? നിന്റെ ദുഷ്ടത നിന്നെ പോലെയുള്ള ഒരു പുരുഷനെയും നിന്റെ നീതി മനുഷ്യനെയും സംബന്ധിക്കുന്നു. പീഡയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു. മഹാന്മാരുടെ ഭുജനിമിത്തം അവർ നിലവിളിക്കുന്നു. എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുവാനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി എന്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്നും ഒരുത്തനും ചോദിക്കുന്നില്ല. അവിടെ ദുഷ്ടന്മാരുടെ അഹങ്കാര നിമിത്തം അവർ നിലവിളിക്കുന്നു, എങ്കിലും ആരും ഉത്തരം പറയുന്നില്ല. വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കുകയില്ല, സർവശക്തൻ അത് വിചാരിക്കുകയുമില്ല നിശ്ചയം. പിന്നെ നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? വ്യവഹാരം അവന്റെ മുമ്പിൽ ഇരിക്കിയാൽ നീ അവനായി കാത്തിരിക്ക. ഇപ്പോഴോ അവന്റെ കോപം സന്ദർശിക്കായകൊണ്ടും അവൻ അഹങ്കാരത്തെ അധികം ഗണ്യമാക്കായകൊണ്ടും ഇയ്യോബ് വൃഥാ തന്റെ വായ് തുറക്കുന്നു, അറിവ് കൂടാതെ വാക്ക് വർദ്ധിപ്പിക്കുന്നു.